ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യരായ സഹോദര മെത്രാപ്പൊലിത്തന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാന്യരായ കോറപ്പിസ്കോപ്പമാരെ, ശ്രേഷ്ഠരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഷമ്മാച്ചന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ, യുവ സ്നേഹിതരെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ 113ാമത്തെ ഓർമ്മ പെരുന്നാൾ ഈ 2015 ഭക്തിപൂർവം ആഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഒക്ടോബർ മാസം 26-ാം തീയതിയാണ് ഈ പെരുന്നാളിന്റെ ആഘോഷ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചത്. അന്ന് ഈ ദേവാലയത്തിന്റെ അങ്കണത്തിൽ കൊടിയേറ്റിക്കൊണ്ട് ഈ പെരുന്നാൾ ആരംഭം കുറിച്ചു. അത് ഇന്ന് അതിന്റെ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ പരിശുദ്ധ ബലിയർപ്പണവും തുടർന്നുള്ള ശുശ്രൂഷകളുമൊക്കെ സമാപിക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഈ ദിവസങ്ങളിൽ പല സന്ദർഭങ്ങളിലുമായി ഈ പരിശുദ്ധ ദേവാലയത്തിലേക്ക് ഒഴുകി വരുന്നുണ്ടായിരുന്നു. മഴയോ മഞ്ഞോ വെയിലോ ചൂടോ ഒന്നും അവരുടെ ആ വരവിന് തടസ്സമായിരുന്നില്ല. ആരോഗ്യത്തെ അവഗണിച്ചുപോലും ആയിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തിന്റെ ഉറപ്പിന്മേൽ ഈ പരിശുദ്ധ പിതാവിന്റെ കബറിടത്തിലേക്ക് കടന്നു വരികയാണ്. എന്തുകൊണ്ട് അവർ അങ്ങനെ കടന്നു വരുന്നുവെന്ന് ചോദിച്ചാൽ, ഓരോ മനുഷ്യ മനസ്സുകളിലുമുള്ള ഒരുപാട് വേദനകളും സംഘർഷങ്ങളും മറ്റു വിധത്തിലുള്ള ഭയചകിതമായ പല അനുഭവങ്ങളും അവർക്ക് പരിശുദ്ധ പരിമല തിരുമേനിയോട് രഹസ്യമായി പറയാനുണ്ട്. രഹസ്യമായി പറയുക മാത്രമല്ല, അവരുടെ നേർച്ച കാഴ്ചകൾ അവിടെ സമർപ്പിക്കാനുണ്ട്. നമ്മുടെ കർത്താവായ യേശുമശിഹ 12 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പെസഹ പെരുന്നാളിനെ അമ്മയുടെയും അപ്പയുടെയും കൈകളിൽ തൂങ്ങിക്കൊണ്ട് യെരുശലേം ദേവാലയത്തിലെ വലിയ മഹാപെരുന്നാളിനെ സംബന്ധിക്കുന്നത്. ആ സംബന്ധിച്ചതിന്റെ അതിന്റെ വിവരണം ദൈവവചനത്തിൽ, വേദഗ്രന്ഥത്തിൽ നാം കൃത്യമായി വായിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഈ പെരുന്നാൾ ആഘോഷങ്ങളും പെരുന്നാളിൽ വിശ്വാസികൾ സംബന്ധിക്കുന്ന പതിവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കർത്താവിന്റെ കാലത്തും ഇതുപോലെ ദേവാലയങ്ങളിലുള്ള പെരുന്നാളുകളിൽ കർത്താവും പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ കർത്താവ് പങ്കെടുത്തു കഴിഞ്ഞ് അവിടെയുള്ള പ്രധാന പുരോഹിത സ്ഥാനികളോട് അദ്ദേഹം സംസാരിക്കുകയും ഒരു വിധത്തിൽ പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജഡ അവതാരത്തിന്റെ രഹസ്യം മറപൊരുളായി അവരോട് സംവേദിച്ചു എന്ന് വേണം കണക്കാക്കുവാൻ. നാം ഇവിടെ കടന്നു വരുന്നത് പരിശുദ്ധ പരിമല തിരുമേനിയോട് സംവേദിക്കുവാനാണ്, നമ്മുടെ നേർച്ചകൾ ഇവിടെ സമർപ്പിക്കുവാനാണ്. ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും ശക്തമായി നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. പരിശുദ്ധ പരിമല തിരുമേനിയോട് നമ്മുടെ സങ്കടങ്ങൾ പകരുമ്പോൾ പരിശുദ്ധ പരിമല തിരുമേനി നമ്മോട് ചില കാര്യങ്ങൾ നിശബ്ദമായി സംസാരിക്കുന്നുണ്ട്. അതാ പറയുന്ന ആൾക്ക് മാത്രമേ അത് കേൾക്കാൻ ഒക്കുള്ളൂ എന്ന് എന്റെ വിചാരം. എന്നോട് പറയുന്നതല്ല നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത് പരിശുദ്ധ പരിമല തിരുമേനി വ്യത്യസ്തമായിരിക്കും. എന്റെ സങ്കല്പത്തിലുള്ള തിരുമേനിയുടെ സംസാരം ഏതാണ്ട് ഇങ്ങനെയാണ്: നീ കാതോലിക്കായൊക്കെയാ, നിന്നെ ഞാൻ വലിയൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, നീ 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ? രാവിലെയും വൈകിട്ടും നീ 2 നേരം പ്രാർത്ഥിക്കുന്നുണ്ടോ?
നീ രാവിലെയും വൈകിട്ടും ദൈവവചനം വായിക്കുന്നുണ്ടോ? നീ ജനങ്ങളെ നയിക്കുമ്പോൾ പിതാക്കന്മാർ നിന്നെ ഏൽപ്പിച്ച പ്രാർത്ഥനകളും അതുപോലത്തുള്ള നോമ്പാനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും നീ അനുഷ്ഠിക്കുന്നുണ്ടോ? നീ സാധുക്കളോട് കരുണ തോന്നുന്നവനാണോ? നീ വലിയ ഒരു ആപത്ത് കണ്ടാൽ മിണ്ടാതിരിക്കുന്നവനാണോ? നിന്റെ ചുമതല നീ നിറവേറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് പരിശുദ്ധ പരിമല തിരുമേനിയും നമ്മോട് പറയുന്നതും തിരുമേനി ജീവിതത്തിൽ അനുഷ്ഠിച്ചതും. തിരുമേനി ജീവിതത്തിൽ അത് വളരെ പ്രൗഢഗംഭീരമായും ദൈർഘ്യമായും അനുഷ്ഠിച്ചു. നമുക്ക് ഒന്നിനും സമയമില്ല. നമ്മൾ നമ്മുടെ ജീവിത വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നാം ഒരുപാട് തിരക്കിട്ട ജീവിതം നയിക്കുന്നവരാണ്. ചിലപ്പോഴൊക്കെ വേദഗ്രന്ഥത്തിൽ നാം വായിച്ച് ഓർമ്മ കാണും, 10 തേങ്ങ നിങ്ങൾക്കുണ്ടായാൽ 9 തേങ്ങ മാത്രമേ നിങ്ങളുടേതുള്ളൂ, 1 തേങ്ങ ദൈവത്തിൻ്റെതാണ്. അങ്ങനെയാണ് യെരുശലേം ദേവാലയം മോശ പണിതുയർത്തിയത്, ശലോമോൻ രാജാവ് പണിതുയർത്തിയത്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ സമ്പാദ്യങ്ങളിൽ 10-1 ദൈവത്തിൻ്റേതെന്ന് ദൈവവചനം ഘോഷിക്കുന്നുണ്ട്. ധനം മാത്രം മതിയോ? ധനം മാത്രം മതിയോ? നിങ്ങൾക്ക് 24 മണിക്കൂർ ഒരു ദിവസം സമയമുണ്ടെങ്കിൽ 2 മണിക്കൂർ 2.4 അവേഴ്സ് നിങ്ങളുടേതല്ല, അത് ദൈവത്തോട് സംസാരിക്കാനുള്ളതാണ്. ഒരു ദിവസം 2 മണിക്കൂർ ദൈവത്തോട് സംസാരിക്കാൻ സമയം മാറ്റിവെച്ചാൽ സംസാരിച്ചൊന്നും തീരാൻ നമുക്കൊന്നും ഇല്ല, പിന്നെ പറയാനില്ല. ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ 2 നേരം പ്രാർത്ഥന മുടക്കാതിരിക്കാമോ? 2 നേരം നമ്മുടെ നമസ്കാരം നടക്കാതിരിക്കാമോ? പുലർത്താമോ? നമസ്കരിക്കാമോ? നമുക്ക് ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ കുമ്പിട്ട് നമസ്കരിക്കാമോ? നമുക്ക് എത്ര ദിവസമാണ് നോമ്പനുഷ്ഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ എണ്ണി നോക്കിയിട്ടുണ്ടോ? 180 ദിവസം. 365 ദിവസമാണ് ഒരു വർഷത്തിനെങ്കിൽ 180 ദിവസവും ഈ സഭയിലെ ഓരോ അംഗവും നോമ്പനുഷ്ഠിക്കണമെന്നാണ് പിതാക്കന്മാർ പറഞ്ഞു വച്ചിട്ടുള്ളത്. നമുക്ക് കുറെ നോമ്പുകളുടെ പേരറിയാം. 50 നോമ്പ്, 25 നോമ്പ്, 50 + 25 + 15 + 13 + 3 എത്രയാ? 106. തെറ്റുണ്ടെങ്കിൽ പിന്നീട് തിരുത്തിയാൽ മതി. എല്ലാ ബുധനും വെള്ളിയും 52 + 52 104. അപ്പോൾ 106 + 104 210. പക്ഷേ നോമ്പുള്ള കാലങ്ങളിലെ ബുധനും വെള്ളിയും നമുക്ക് മൈനസ് ചെയ്യാം. 30. 210 - 30 180 ദിവസം നോമ്പനുഷ്ഠിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണമെന്നാണ് പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. 180 പോയിട്ട് ഓട്ടെ. അപ്പോൾ ഇങ്ങനെയുള്ള നോമ്പാനുഷ്ഠാനങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുന്നവർക്ക് പ്രമേഹം പിടിപെടുമോ പെട്ടെന്ന്? സാധ്യതയില്ലെന്ന് എന്റെ വിചാരം. മേധസ് വർദ്ധിക്കുമോ? സാധ്യതയില്ലെന്ന് എന്റെ വിചാരം. പക്ഷേ നമുക്ക് ഇങ്ങനെയൊന്നും ചിട്ടയായി ജീവിക്കുവാൻ സമയവുമില്ല, മനസ്സുമില്ല, ഇച്ഛാശക്തിയുമില്ല. പ്രിയമുള്ളവരെ, എന്താണ് പരിശുദ്ധ പരിമല തിരുമേനി നിങ്ങളോട് സംസാരിക്കുന്നത്? നിങ്ങളുടെ ദുഃഖങ്ങൾ ഞാൻ ദൈവസന്നിധിയിൽ ശുപാർശ ചെയ്ത് ലഘൂകരിക്കാം. പക്ഷെ നിങ്ങൾ ഇങ്ങനെയും കൂടെ ചെയ്യണമെന്നും കൂടെ ആ പരിശുദ്ധ പിതാവ് നമ്മോട് പറയുന്നുണ്ട് എന്നാണ് എന്റെ വിചാരം. അപ്പോഴേ നമ്മൾ കുഞ്ഞുങ്ങൾ കഷായം കുടിച്ച പോലെ തലചരിച്ച് മുഖം വാടി ഒന്നും നിൽക്കേണ്ടതില്ല. എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നമ്മുടെ കുടുംബ സമാധാനം എവിടെ? നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ദൈവസാന്നിധ്യം എവിടെ? എന്തുകൊണ്ടാണ് ദൈവസാന്നിധ്യം നമുക്ക് ലഭിക്കാത്തത്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് എവിടെയൊക്കെയോ ചില വികലതയോ പാളം തെറ്റലോ ഉണ്ടാകുന്നു എന്ന് വേണം പറയാൻ. ഇതൊക്കെ അച്ഛന്മാരും തിരുമേനിമാരും മാത്രം ചെയ്യേണ്ടതാണ് എന്നൊരു പക്ഷേ നിങ്ങൾ പറയുമായിരിക്കും.
ഞങ്ങളെക്കാൾ കൂടുതൽ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്ന അനേകർ ഈ സഭയിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം, ബോധ്യമാണ്. സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന കുട്ടികൾ പോലും അങ്ങനെ അനുഷ്ഠിക്കുന്നവരുണ്ട്. അർമേനിയയിലോ എത്യോപ്യയിലോ അലക്സാണ്ട്രിയയിലോ ചെന്ന് അവിടെയുള്ള കോളേജ് വിദ്യാർത്ഥികൾ കോളേജിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു തുണിസഞ്ചിന്റെ മാറാപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മാറാപ്പിലെ അവരുടെ നമസ്കാര പുസ്തകം കാണും, അവരുടെ കുഞ്ഞു വേദപുസ്തകവും കാണും. മലങ്കര സഭയിലെ ഏത് കോളേജ് വിദ്യാർത്ഥിയാണ് അവന്റെ മാറാപ്പിൽ ഒരു നമസ്കാര പുസ്തകം അതിലിട്ട് അവൻ കോളേജിൽ പോകുന്നത്? വിഷമമാണെന്ന് എന്റെ വിചാരം. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളിലെ യുവാക്കന്മാരുമായി ഒന്ന് സംവേദിച്ചു നോക്കൂ. അങ്ങനെ സംവേദിക്കുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഒരു ദൈവാന്വേഷണ ബോധമുണ്ട്. എന്തുകൊണ്ടാണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നത്? അവരുടെ ജീവിതത്തിൽ എന്നും റിസ്ക്കാണ്, അപകടമാണ്. നാളെ ജീവിച്ചോ ഇല്ലയോ എന്നുള്ളത് നാളെ അവസാനിക്കുമ്പോഴേ അവർക്ക് പറയാൻ ധൈര്യമുള്ളൂ. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വെറുതെ വിചാരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാനുള്ള നമ്മുടെ ഒരു ആർജവം, നമ്മുടെ ഒരു ഇച്ഛാശക്തി, നമ്മുടെ ഒരു ശീലം, പരിശീലനം, അതല്ലേ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്? ഞാൻ പറയും, ലോകത്തിലേക്ക് വെച്ചും ഏറ്റവും വലിയ ശക്തൻ ആരാണെന്ന് ചോദിച്ചാൽ ആധ്യാത്മികമായ ഭാവം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തുന്നവനാണ് ഏറ്റവും വലിയ ശക്തൻ. അതാണ് പരിശുദ്ധ പരമേൽ തിരുമേനി ഇന്ന് ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിലേക്ക് രോഗികളോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള മാനസികമായ തകർച്ച മൂലം ആ പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? വന്നിട്ട് സമാധാനത്തോടെ തിരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? ആ പരിശുദ്ധ പിതാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും ദൈവം കുറെയൊക്കെ കേൾക്കും. ഞാൻ പറയും, പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ ശക്തമായ സഹായ ഹസ്തങ്ങൾ 45 46 പരിശുദ്ധന്മാരാണ്. മലങ്കര സഭയ്ക്ക് ഏകദേശം ഒരു 2000 താഴെ 1500ഓളം ദേവാലയങ്ങളുണ്ട്. ഈ എല്ലാ ദേവാലയങ്ങളും ഓരോ പരിശുദ്ധന്റെ നാമത്തിലാണ് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. മലങ്കര സഭയുടെ ദേവാലയങ്ങളുടെ ലിസ്റ്റ് വെച്ചുകൊണ്ട് എത്ര പരിശുദ്ധന്മാരാണ് നമ്മളെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ എന്ന് എണ്ണി നോക്കൂ. എങ്ങനെ എണ്ണിയാലും 50 കൂടില്ല. ഞാൻ പലതവണ എണ്ണി നോക്കിയിട്ടുണ്ട്. 45 46. കാരണം ചിലപ്പോൾ ചില കുരിശുപള്ളികളൊക്കെ കാണും, അത് നമ്മൾ കേൾക്കാത്ത ചില പരിശുദ്ധന്മാരുടെ പേര് കാണും. അപ്പോൾ നമ്മെ സഹായിക്കുന്ന ഒരു വലിയ ശക്തമായ ഒരു പരിശുദ്ധന്മാരുടെ നിരയുണ്ട്, സംഘമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത്രേ ഉള്ളോ ലോകത്തിൽ ആകെ പരിശുദ്ധന്മാര്? അല്ല, നമുക്ക് പരിചയമുള്ള പരിശുദ്ധന്മാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ പരിചയത്തിൽ തന്നെ ഏറ്റവും വലുത്, കൂടുതൽ നമ്മുടെ മനസ്സിൽ പച്ചയായി നിൽക്കുന്നത് പരിശുദ്ധ പരമേൽ തിരുമേനിയാണ്. കാരണം നമ്മുടെ സകല കുസൃതിയും നല്ലതും ചീത്തയും ഒക്കെ പരമേൽ തിരുമേനിക്ക് അറിയാം. കാരണം നമ്മിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു പിതാവാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധ പരമേൽ തിരുമേനിയുടെ കാര്യം ആരാ മറക്കുന്നേ? മറക്കാൻ ആർക്കാ ഒക്കുന്നേ? എന്ത് വിഷയം വരുമ്പോഴും ആ തിരുമേനി സഹായിക്കണേ. അതിന് വലിയ വേദശാസ്ത്രം ഒന്നും നോക്കേണ്ട കാര്യമില്ല. അങ്ങനെ തിരുമേനിയോട് പ്രാർത്ഥിക്കാവോ, ഇങ്ങനെ തിരുമേനിയോട് പ്രാർത്ഥിക്കാവോ എന്നൊക്കെ വേദശാസ്ത്രജ്ഞന്മാർ പറയും. അവർ പറയട്ടെ, വേദശാസ്ത്രം അറിയാത്തവർക്ക് എങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കാമല്ലോ, അതിന് തടസ്സമൊന്നും ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ പിതാവിന്റെ സന്നിധിയിലേക്ക് നാം ഓരോരുത്തരും ഓടിയെത്തുന്നത് ഞാൻ മാത്രമല്ല, പരിശുദ്ധ ഗീവർഗീസ് ബാവാ തിരുമേനി ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ നേരിടുമ്പോൾ തിരുമേനി നേരെ ഓടി വരുന്നത് ഇങ്ങോട്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പരിശുദ്ധ പിതാവ് നമ്മോടൊപ്പമുണ്ട്. ഏകദേശം ഒരു 45 പരിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അവിടെ പകരുക,
ഈ സഭ ഒരിക്കലും തളർന്നു പോവുകയില്ല. സത്യത്തിന്മേൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്ന ഒരു പരിശുദ്ധ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. അതിന് അപ്പോസ്തോലികമായ ഒരു പാരമ്പര്യമുണ്ട്. പ്രയാസങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ ഒക്കെ നമുക്കുണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ സഭ സത്യത്തിന്റെ പാറയിൽ പണിയപ്പെട്ട് അത് തല ഉയർത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. ആരും അതേക്കുറിച്ച് സങ്കടപ്പെടേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പരിശുദ്ധ പരിമല തിരുമേനി സർവമാന മനുഷ്യരുടെയും ജീവിതത്തിൽ ഒരു അഭയകേന്ദ്രം, മത്താണി, എല്ലാ പ്രതിസന്ധികൾക്കും ഒരു പരിഹാരമായിരുന്നു. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന പ്രാർത്ഥനാ ശക്തിയും ആ പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു, ദൈവമേ, ക്യാൻസർ രോഗം വല്ലാതെ ബാധിക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ ഇത്. ഈ മധ്യ തിരുവിതാംകൂറിൽ ഈ രോഗത്തിന്റെ പിടിയിൽ പെട്ട് വലയുന്നവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ചികിത്സാ കാര്യങ്ങൾ ഇവിടെ ഒരുക്കണമല്ലോ എന്ന് മനസ്സിൽ ചുമതലക്കാരെല്ലാവരും വിചാരിച്ചു. നമ്മളൊരു ക്യാൻസർ ആശുപത്രി ഇവിടെ ആരംഭിക്കാൻ വേണ്ടി അധ്വാനിച്ചു. ഇപ്പോഴും അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഞാൻ പറയട്ടെ, ഒരു വർഷം മലങ്കര സഭയുടെ എല്ലാ ഇടവകകളും എല്ലാ ഭദ്രാസനങ്ങളും അവരുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ക്യാൻസർ ആശുപത്രിയിലേക്ക് ഒരു കൊല്ലം മാത്രം വഴിതിരിച്ചാൽ നിഷ്പ്രയാസം ഈ ആശുപത്രി കമ്മീഷൻ ചെയ്യാൻ വെറും കുറഞ്ഞ ദിവസങ്ങൾ മതിയാകും. ഒരു വർഷത്തെ എല്ലാ സഭയുടെ മൊത്തം ചാരിറ്റി പ്രവർത്തനങ്ങൾ കേന്ദ്ര തലത്തിലായിരുന്നാലും ഭദ്രാസന തലത്തിലായിരുന്നാലും ഇടവക തലത്തിലായിരുന്നാലും വ്യക്തിതലത്തിലായിരുന്നാലും ചെയ്യുന്ന ചാരിറ്റി ഈ ആശുപത്രിയിലേക്ക് ഒന്ന് നിങ്ങൾക്ക് അല്പം ഒന്ന് റൂട്ട് മാറ്റി ചെയ്യാമോ? ഏകദേശം 150 കോടി രൂപ ഉണ്ടെങ്കിലേ അതിന്റെ ആരംഭം കുറിക്കാനായിട്ട് ഇപ്പോൾ കഴിയുള്ളൂ. തുടങ്ങുമ്പോൾ അത്രയൊന്നും നമ്മൾ വിചാരിച്ചില്ല എന്നുള്ളത് വസ്തുതയാണ്. 54 കോടി രൂപ ഇപ്പോൾ നമ്മൾ അത് ചെലവഴിച്ചു കഴിഞ്ഞു. ലോണായിട്ടും നേർച്ചയായിട്ടും സംഭാവനയായിട്ടുമൊക്കെ. 2-3 ആഴ്ച മുമ്പ് അതിന്റെ നിർമ്മാണ പ്രവർത്തനം നിർത്താൻ പോകുന്നു എന്നുള്ള ഒരു ടെലിഫോൺ സന്ദേശം ആസ്പത്രിയുടെ ചുമതലയിലെ അച്ഛൻ എന്നെ അറിയിച്ചപ്പോൾ എന്റെ അമ്മു വല്ലാതെ വരണ്ടുപോയി മാനസികമായി. 1-2 ദിവസങ്ങളെ കഴിഞ്ഞുള്ളൂ. 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സഭയിലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 വ്യക്തികൾ, അവരെ വ്യവസായം ചെയ്യുന്നവരാണ്. ഒരു വ്യവസായത്തിന്റെ ഉടമസ്ഥർ പറഞ്ഞു, ഞങ്ങൾ 4 കോടി രൂപ പലിശയ്ക്ക്, നിസ്സാര പലിശയ്ക്കും 2 കോടി രൂപ സംഭാവനയായിട്ടും തരുമെന്ന്. വേറൊരു വ്യവസായ ഗ്രൂപ്പ് പറഞ്ഞു 3 കോടി ലോണും 4 കോടി ലോണും 1 കോടി സംഭാവനയും. എന്റെ അമ്മോ, ഞാൻ വല്ലാതെ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞുപോയി എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അണ്ണാൻ കുഞ്ഞും തന്നാനായത് എന്ന് കരുതിക്കൂടെ? നമ്മുടെ ഇടവകൾ എന്തെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങളാണ് സഭയിൽ ചെയ്യുന്നത്. ഓരോ മേഖലകളിലെ കോടിക്കണക്കിന് പണമല്ലേ നമ്മുടെ ഭദ്രാസനവും സഭയും എല്ലാവരും ചെയ്യുന്നത്. ഒരു വർഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് ഇതൊന്ന് തിരിച്ചുവിടൂ. അങ്ങനെ തിരിച്ചുവിട്ടാൽ മാസങ്ങൾക്കുള്ളിൽ ഇവിടെ ഒരു ക്യാൻസർ ആശുപത്രി ഉണ്ടാകും. കുറെ പാവപ്പെട്ടവർക്ക് സഹായം കൊടുക്കാൻ നോക്കും. ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ അതുപോലെ പിടിപെട്ടിരിക്കുന്നതാണ്. അതിന്റെ ചിലവെന്ന് പറയുന്നത് അതികഠിനമാണ്, ആർക്കും താങ്ങാനാകാത്തതാണ്. 20 കോടി രൂപയുടെ വിദേശ മെഷീനറികൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു മെഷീനറി ഓർഡർ ചെയ്ത ക്യാൻസർ രോഗത്തെ ചികിത്സിക്കാം. പക്ഷേ കമ്പനിക്കാരുടെ മെഷീനറി ഇവിടെ സ്ഥാപിച്ച് അതിൽ നിന്നുള്ള വരുമാനം അവർ കൊണ്ടുപോകും. അങ്ങനെ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകാൻ വേണമെങ്കിൽ. പക്ഷേ അതുകൊണ്ട് സ്ഥാപനത്തിന്
കുറെ ബാധ്യത ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ എന്ത് നേർച്ച, ഈ നേർച്ച എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള നേർച്ചയല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് കഴിയാവുന്ന നേർച്ച, കഴിയാവുന്ന സഹായം, ഒരു 2 ചില്ലിക്കാശാണെങ്കിൽ പോലും അത് ഈ ആശുപത്രിയിലേക്ക് ഒന്ന് നിങ്ങൾ ചാനലൈസ് ചെയ്യണം. എന്റെ അഭിപ്രായത്തില് സഭ മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാരിറ്റി പ്രവർത്തനം 1 കൊല്ലം മാത്രം പരിമല ആശുപത്രിയിലേക്ക് നിങ്ങൾ വഴിതിരിച്ചു വിട്ടാൽ നിഷ്പ്രയാസം ഈ കാര്യങ്ങൾ നടക്കും. ഒന്നും പേടിക്കണ്ട. അല്ലെങ്കിൽ അല്പം ഡിലേ വരും. നമ്മൾ ഒരിക്കലും തളരാൻ പോകുന്നില്ല. കാരണം പരിശുദ്ധ പരിമല തിരുമേനിയാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത്. ഞങ്ങളുടെ ഓരോരുത്തരുള്ള ബുദ്ധിയും കഴിവൊന്നുമല്ല, അതൊക്കെ തല്ലിക്കൂട്ടി നടത്തുന്നു മാത്രമേ ഉള്ളൂ. ആ കാര്യം കൂടെ നിങ്ങളൊന്ന് ഓർക്കണമെന്ന് ഞാൻ പറയുകയാണ്. 1935 കുന്നംകുളത്ത് പ്ലേഗ് രോഗം വന്ന് സാധാരണക്കാർ മരിച്ചു വീണുകൊണ്ടിരുന്നത്. അന്ന് പ്ലേഗ് രോഗത്തെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള മെഡിക്കൽ സയൻസ് വേണ്ടതുപോലെ അഡ്വാൻസ് ചെയ്തിട്ടില്ല. പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനി കേട്ടപ്പോൾ പറഞ്ഞു, അവിടെയുള്ള എന്റെ ആട്ടിൻകൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെ മരിക്കുന്നവരെ കബറടക്കാൻ പുരോഹിതന്മാർക്ക് ധൈര്യമില്ല. അവരുടെ വീടുകൾ സന്ദർശിക്കാൻ പുരോഹിതന്മാർ മടിക്കുന്നു. കാരണം രോഗത്തിന്റെ ലക്ഷണം കാണുക, ഏതാനും മണിക്കൂറുകൾക്കകം മരിക്കുക, രാത്രി 12 മണിക്ക് പ്രത്യേകിച്ച് ശുശ്രൂഷയൊന്നും കൂടാതെ അവരെ ഒരു പായലിലൊക്കെ പൊതിഞ്ഞു കെട്ടി എങ്ങനെയെങ്കിലും കൊണ്ട് മറവ് ചെയ്യുക. അത് കേട്ടപ്പോൾ പരിശുദ്ധ ഗീവർഗീസ് ബാവ പറഞ്ഞു, ഞാൻ കുന്നംകുളത്തേക്ക് ഓടുകയാണ്. പാമ്പാടി തിരുമേനി പറഞ്ഞു, ബാവ പോകരുത്. ബാവ തിരുമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ സഭ തലവനില്ലാതാകും, ഞാൻ പോകാം. പാമ്പാടി തിരുമേനി പാമ്പാടിയിൽ നിന്ന് പുറപ്പെട്ടു. തൃശൂർ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന MA ചാക്കോയുടെ മകനും അങ്ങനെയുള്ള ഉന്നതന്മാർ പറഞ്ഞു, തിരുമേനി കുന്നംകുളത്തേക്ക് പോകണ്ട, തൃശൂരിൽ താമസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. ഞങ്ങളുടെ നാടിന്റെ രോഗം, നാട്ടിലെ സാധാരണക്കാരുടെ രോഗം അത് ശമിച്ചുകൊള്ളും. തിരുമേനി പറഞ്ഞു, നോ, തൃശൂർ വരെ വരാനല്ല ഞാൻ ഇവിടെ വന്നത്, ഞാൻ കുന്നംകുളത്തേക്ക് പോവുകയാണ്. 1 മാസം തിരുമേനി അവിടെ താമസിച്ചു. തെരുവുകളിൽ പ്രദക്ഷിണം നടത്തി, ശവസംസ്കാരങ്ങൾ നടത്തി. തിരുമേനി കാലം ചെയ്തൊന്നുമില്ല. ഞാൻ പറഞ്ഞത്, സമൂഹത്തിൽ ഒരു വലിയ ആപത്ത് വരുമ്പോൾ ഈ സഭയ്ക്ക് സാമൂഹികമായിട്ടൊരു ഉത്തരവാദിത്വമില്ലേ? ഇതെന്റെ പ്രതിസന്ധി അല്ല എന്ന് പറയുന്നതാണോ? തമ്പുരാൻ അതാണോ പ്രതീക്ഷിക്കുന്നത്? അല്ലെന്നാ എന്റെ വിചാരം. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിഷയത്തിലേക്ക് മലങ്കര സഭ എടുത്തു ചാടിയത്. പരിശുദ്ധ പരിമല തിരുമേനി നിങ്ങളുടെ മനസ്സിലൂടെ തോന്നിക്കുന്ന വിധത്തിൽ ഈ കാര്യത്തിൽ സഹകരിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എനിക്ക് താല്പര്യമുള്ള ആളൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇത് ഒരു അനിവാര്യമായ സാഹചര്യം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ പരിമല തിരുമേനി നമ്മോടൊപ്പമുണ്ട്. 10-50 പരിശുദ്ധന്മാരും ശുദ്ധിമതികളും നമ്മോടൊപ്പമുണ്ട്. സത്യവും നീതിയും നമ്മുടെ അടിത്തറയായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. മലങ്കര സഭ ഒരിക്കലും തളരുകയില്ല. ഏതെല്ലാം ആപത്തുകൾ അതിന് നേരിൽ വരട്ടെ, അതെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകാൻ ഈ പരിശുദ്ധ പിതാക്കന്മാരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ബലഹീനതകളും പോരായ്മകളും ദൈവസന്നിധിയിൽ നാം സമർപ്പിച്ച് നമുക്ക് മോചനം ചോദിക്കാം. ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപകടം എനിക്ക് തോന്നുന്നത് പാപബോധം നഷ്ടപ്പെട്ടൊരു കാലമാണ്. പാപബോധം നഷ്ടപ്പെട്ടൊരു കാലമാണ്. ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നാണ് എന്റെ വിചാരം. ഞാൻ ഈ 2013 ഒരു പ്രധാന സഭയുടെ തലവനെ കണ്ടു. ഒരു ഡെലിഗേഷൻ ഇവിടുന്ന് പോയായിരുന്നു. അദ്ദേഹം വലിയൊരു സഭയുടെ തലവനാണ്. അദ്ദേഹം പറയുക, ഓ യുവർ ഹോളിനെസ് ഐ ആം എ സിന്നർ, പ്രേ ഫോർ മീ. ഓ യുവർ ഹോളിനെസ് ഐ ആം എ സിന്നർ, പ്രേ ഫോർ മീ. ഞാൻ ഇതുവരെ അങ്ങനെ ആരോടും പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പാപബോധം നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ട്
അത് വലിയ അപകടവുമാണ്. പിന്നെ നമ്മൾ കൗൺസിലിംഗ്, ഓമനപ്പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു സാക്രമെന്റൽ ലൈഫ് കൊണ്ട് മാത്രമാണ് ഒരു വിശുദ്ധിയുടെ വെണ്മ നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. ഇതൊക്കെയാണ് ഈ പരിശുദ്ധന്മാരെ അവരുണ്ടായത്. അതുകൊണ്ടാണ് അവരതൊക്കെ ചെറുപ്പം മുതൽ ശീലിച്ചവരാണ്. അപ്പൊ നമ്മുടെ സങ്കടങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. സങ്കടങ്ങൾ പറയുമ്പോൾ ഇങ്ങോട്ടും ചിലതൊക്കെ ആ പിതാക്കന്മാർ പറയും. അത് നമ്മൾ പരമാവധി ഒന്ന് അനുഷ്ഠിക്കാനായിട്ട് ശ്രമിക്കുക. മലങ്കര സഭ എല്ലാവിധത്തിലും മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കും. പ്രാർത്ഥിക്കണം. ഇതിന്റെ വൈഷമ്യങ്ങളിലൂടെ പോകുമ്പോഴും ദൈവം നമ്മെ നടത്തുവാൻ, പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും സഹായം നമുക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇന്ന് ഈ പെരുന്നാളിൽ വന്ന് സംബന്ധിച്ച് നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം നിങ്ങൾക്ക് സാധിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.